ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ആൻഡ് ഹാർമോണിക് പ്രോഗ്രഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് AP, GP ആൻഡ് HP ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഇത് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ടൈം കിട്ടത്തില്ല, ബിക്കോസ് ടൈം കുറവല്ല. എക്സാമൊക്കെ 2 days ആണ് എക്സാമിനുള്ളത്. സോ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഏത് സൈറ്റ് വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ബേസിക് ഫോർമുലാസ് ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന ടേംസ് എല്ലാം പറയാം. ഫസ്റ്റ് വൺ ആണ് AP, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു നമ്പർ സീക്വൻസ് ആണ്, നമ്പർ സീരീസ് ആണ്. അതിലുള്ള 2 കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2, 4, 6, 8. ഇപ്പോൾ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിൻ്റെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എല്ലാം സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 4 - 2 ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും, 6 - 4 ചെയ്യുമ്പോഴും 2 കിട്ടും, ആൻഡ് 8 - 6 ചെയ്യുമ്പോഴും 2 കിട്ടും. ഇങ്ങനെ ഉള്ള എല്ലാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എല്ലാം സെയിം ആണെങ്കിൽ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിലുള്ള ഈ ഡിഫറൻസിലെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് D വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു സീക്വൻസ് എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ ഇതിലുള്ള ഫസ്റ്റ് ടേം, ഇത് 2 അല്ലേ ഫസ്റ്റ് ടേം, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ടേം. ആൻഡ് ഈ ഫസ്റ്റ് ടേമിനെ നമ്മൾ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. APയിൽ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സീക്വൻസില്ലേ, ഇതിൽ 8 - 6 ചെയ്യുമ്പോൾ അതിൻ്റെ കോമൺ ഡിഫറൻസും 4 - 2 അതിൻ്റെ കോമൺ ഡിഫറൻസും സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ 6 - 4 = 4 - 2 ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനത്തുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ അത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ A വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ കോമൺ ഡിഫറൻസ്, കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് എല്ലാത്തിനും സെയിം ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമ്മൾ D വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് APയുടെ ജനറൽ ഒരു ഫോമാണ്, A + D, A + 2D, A + 3D എക്സെട്ര. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിൽ A ആണ് ഫസ്റ്റ് ടേം, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ A ഉണ്ട്, എൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. പിന്നെ ആ സെക്കൻഡ് ടേമിൻ്റെ കൂടെ വേറൊരു D ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. ആൻഡ് തേർഡ് ടേമിൻ്റെ കൂടെ ഒരു Dയും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഫോർത്ത് ടേം കിട്ടും. ഇതാണ് ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ഒരു ജനറൽ ഫോം. നെക്സ്റ്റ് വൺ ആണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. AN അങ്ങനെ എഴുതുമ്പോൾ nth ടേമാണ് ഉദ്ദേശിക്കുന്നത്. AN = A + n - 1 × D. ഇതാണ് nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതിൽ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, ആൻഡ് D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ആൻഡ് ഇതിൽ ഈ n ഇല്ലേ, n ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടേം. ഇപ്പോൾ എനിക്ക് 10th ടേം ആണ് കണ്ടുപിടിക്കണമെങ്കിൽ n 10 ആയിരിക്കും, 12th ടേം ആണെങ്കിൽ n 12 ആയിരിക്കും. സോ നമ്മൾ ഏത് ടേം ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ആ ടേമിൻ്റെ ആ ഒരു, ഇപ്പോൾ 12th ടേം ആണെങ്കിൽ 12, 15th ടേം ആണെങ്കിൽ 15, ആ ഒരു വാല്യൂ ആണ് ഈ n-ന് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഫോർമുല വെച്ച് നമ്മൾ nth ടേം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വന്നാണ് സം ഓഫ് n ടേംസ്. ഈ സമ്മ് കണ്ടുപിടിക്കാൻ 2 ഫോർമുലാസ് ഉണ്ട്. സം ഓഫ് ടേംസ് മീൻസ് ഇപ്പോൾ എനിക്ക് സീരീസിൽ 2, 4, 6, 8, 10 ഇതാണ് സീരീസ്. ഇതിലുള്ള എല്ലാത്തിൻ്റെയും വാല്യൂസ് ആഡ് ചെയ്ത് കിട്ടണം. ഫോർ എക്സാമ്പിൾ ഈ ഒരു സീരീസിൻ്റെ സമ്മാണ് 2 + 4 + 6 + 8 + 10. അപ്പോൾ ഈ സമ്മ് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ കുറച്ച് ടേംസ് ഉള്ളത് കൊണ്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇത് ഒരു 50 ടേംസ് 70 ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പാടായിരിക്കും, നമുക്ക് ടൈം പോകും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ സമ്മിൻ്റെ ഫോർമുലാസ് എല്ലാം യൂസ് ചെയ്യാം. സമ്മിൻ്റെ ഒരു ഫോർമുലയാണ് SN = n/2 × 2A + n - 1 × D. ഇതിൽ n എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് 10 ടേംസിൻ്റെ സമ്മാണ് വേണമെങ്കിൽ, ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് വേണമെങ്കിൽ n 10 ആയിരിക്കും, ഈ n 10 ആയിരിക്കും, ആൻഡ് ഇതിൻ്റെ അകത്തുള്ള ഈ n 10 ആയിരിക്കും. അപ്പോൾ നമ്മൾ എത്ര ടേംസിൻ്റെ സമ്മാണോ കണ്ടുപിടിക്കാൻ പോകുന്നത് അതിൻ്റെ വാല്യൂ ആയിരിക്കും n. ഇപ്പോൾ 8 ടേംസ് ആണെങ്കിൽ n-ൻ്റെ വാല്യൂ 8 ആയിരിക്കും, 7 ആണെങ്കിൽ n-ൻ്റെ വാല്യൂ 7 ആയിരിക്കും. പിന്നെ A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാം. ആൻഡ് ഇതിൻ്റെ വേറൊരു ഫോർമുല ഉണ്ട്. SN = n/2 × A +
എൽ. ഇതിൽ n എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് 10 ടേംസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ n 10 ആയിരിക്കും. ആൻഡ് എ ഫസ്റ്റ് ടേം ആണ്, എൽ ലാസ്റ്റ് ടേം ആണ്. നമുക്ക് ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം രണ്ടും അറിയാമെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് സമ്മിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ അതിൻ്റെ ജനറൽ ഫോമാണ് എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര. ഇതിൽ എ ഫസ്റ്റ് ടേം ആണ്, ഡി കോമൺ ഡിഫറൻസ്. അതിൽ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ an is equal to a plus n minus 1 into d. ആൻഡ് സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലാസാണ് ഉള്ളത്. ഫസ്റ്റ് ടേം ആണ് n/2 into 2a plus n minus 1 into d. ആൻഡ് സെക്കൻഡ് ഫോർമുല is n/2 into a plus l. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹാർമോണിക് പ്രോഗ്രഷൻ. ഹാർമോണിക് പ്രോഗ്രഷനിൽ സെപ്പറേറ്റ് ഫോർമുലാസ് ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് എ പി ഉണ്ട്. ഫോർ എക്സാമ്പിൾ 2, 4, 6, 8 ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഇതിലെല്ലാം കോമൺ ഡിഫറൻസ് 2 ആണ്. 2 വെച്ചിട്ടാണ് എല്ലാ ടേംസും ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ഹാർമോണിക് പ്രോഗ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 1/2, 1/4, 1/6 ആൻഡ് 1/8 ഇതാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ റെസിപ്രോക്കലാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. ഇപ്പോൾ ഹാർമോണിക് പ്രോഗ്രഷൻ കൊടുത്തിട്ട് അരിത്മെറ്റിക് പ്രോഗ്രഷൻ കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ ഹാർമോണിക് പ്രോഗ്രഷൻ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ നമുക്കിപ്പോൾ ഹാർമോണിക് പ്രോഗ്രഷനിൽ 10th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ എച്ച് പിനെ എ പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എച്ച് പിനെ എ പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ നമ്മൾ റെസിപ്രോക്കൽ എടുത്താൽ മതി. റെസിപ്രോക്കൽ എടുത്ത് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തിട്ട് എ പിയിൽ അതിൻ്റെ ഫസ്റ്റ് ടേം കോമൺ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് എച്ച് പിയിൽ നമ്മൾ ഏത് ടേമാണോ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് എച്ച് പിയിൽ 10th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എ പിയിൽ അതിൻ്റെ 10th ടേം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. നമുക്ക് എച്ച് പിയുടെ 10th ടേം കിട്ടി. അപ്പോൾ എ പി ആൻഡ് എച്ച് പി റിലേറ്റഡ് ആണ്. എ പിയുടെ റെസിപ്രോക്കലാണ് എച്ച് പി, ഓർ എച്ച് പിയുടെ റെസിപ്രോക്കലാണ് എ പി. എച്ച് പിയിൽ നമുക്ക് ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ഓപ്പറേഷൻ ചെയ്യണമെങ്കിലോ nth ടേം കണ്ടുപിടിക്കണം, സം ഓഫ് ടേംസ് കണ്ടുപിടിക്കണമെങ്കിലും ആദ്യം എച്ച് പിനെ എ പിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് എ പിയിൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്തിട്ട് അതിൽ കിട്ടുന്ന റിസൾട്ടിനെ എച്ച് പിയിലോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇപ്പോൾ nth ടേം കണ്ടുപിടിക്കണമെങ്കിൽ എ പിയുടെ ഇത് കൺവേർട്ട് ചെയ്താൽ മതി. ആൻഡ് എന്ത് ചെയ്താലും നമ്മൾ എ പിയിൽ വെച്ച് ചെയ്തിട്ട് അതിനെ കറസ്പോണ്ടിങ് എച്ച് പിയിലോട്ട് ചേഞ്ച് ചെയ്യണം. ഇത്രയേ ഉള്ളൂ എച്ച് പി. ദെൻ നെക്സ്റ്റ് വൺ ആണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. എ പിയിൽ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് നോക്കിയത്. ഒരു കോമൺ ഡിഫറൻസ് കാണും. ആ കോമൺ ഡിഫറൻസ് ആയിരിക്കും എല്ലാ നമ്പറിലും ആഡായിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ 2, 4, 6, 8 ഉണ്ട്. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ 2 + 2 = 4. പിന്നെ 4ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. 6ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പോൾ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. വിത്ത് ജിയോമെട്രിക് പ്രോഗ്രഷനിൽ അങ്ങനെയില്ല. ജിയോമെട്രിക് പ്രോഗ്രഷനിൽ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് കോമൺ ഡിഫറൻസ് അല്ല, കോമൺ റേഷ്യോ ആണ്. നമ്മൾ കോമൺ റേഷ്യോ r വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ജനറൽ ഫോമാണ് AR സ്ക്വയർ, AR ക്യൂബ് എക്സെട്ര. ഇതിൽ നമുക്ക് AR / A = നമ്മൾ കോൺസിക്യൂട്ടീവ് ടേംസ് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ സെയിം ആയിരിക്കണം. അപ്പോൾ AR / A = AR² / AR. ഈ എയും ക്യാൻസലായി പോകും. അപ്പോൾ ഇവിടെ ഉള്ളത് ആറാണ്. ഇതിന് എ ക്യാൻസലായി പോകും. r² ആൻഡ് ആറിൽ ആറും സ്ക്വയറും ക്യാൻസലായി പോകും. ബാലൻസ് ഉള്ളത് ആറാണ്. r = r. അപ്പോൾ ജി പിയിൽ കോൺസിക്യൂട്ടീവ് ടേംസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ സെയിം ആയിരിക്കും. ആൻഡ് അത് നമ്മൾ r വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് കോമൺ റേഷ്യോ. ഇതിൻ്റെ ജനറൽ ഫോമാണ് AR സ്ക്വയർ, AR ക്യൂബ് എക്സെട്ര. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ടേം A ആണ്. കോമൺ റേഷ്യോ r. എ പിയിൽ കോമൺ ഡിഫറൻസ് ആണ്. ഇതിൽ കോമൺ റേഷ്യോ r വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് r = സെക്കൻഡ് ടേം / ഫസ്റ്റ് ടേം. കോൺസിക്യൂട്ടീവ് ടേംസ് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫോർത്ത് ടേം / തേർഡ് ടേം, ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് 6 കണ്ടുപിടിക്കാം. ആൻഡ് ഇതിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് nth ടേം an = a × r⁻n - 1. ഇപ്പോൾ എനിക്ക് 5th ടേം കണ്ടുപിടിക്കണമെങ്കിൽ
എ ഇൻറ്റു ആർ റേസ് ടു 5 മൈനസ് 1. അപ്പോൾ എ ഇൻറ്റു ആർ റേസ് ടു 4 ആയിരിക്കും എൻ്റെ ഫിഫ്ത്ത് ടേം. ഇതാണ് ജി പിയിൽ nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1. പിന്നെ സമ്മ് കണ്ടുപിടിക്കാൻ ഇതിൽ 3 ഫോർമുലാസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇപ്പോൾ ആർ ഈക്വൽ ടു 1 ആണെങ്കിൽ എസ് എൻ ഈക്വൽ ടു എ എൻ ആയിരിക്കും. if r equal to 1, sn sum is equal to an. and if r less than 1 ആണെങ്കിൽ അതിൻ്റെ ഫോർമുല a ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇതാണ് സമ്മിൻ്റെ ഫോർമുല ഇൻ കേസ് ഓഫ് ആർ ലെസ് ദാൻ 1. ആർ ലെസ് ദാൻ 1 ആകുമ്പോൾ സമ്മിൻ്റെ ഫോർമുലയാണ് a ഇൻറ്റു 1 മൈനസ് ആർ റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇപ്പോൾ ആർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സം ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ മൈനസ് n. ഇതായിരിക്കും ഇതിൻ്റെ 3 ഫോർമുലാസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എ പി, ജി പി ആൻഡ് എച്ച് പിയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഇമ്പോർട്ടൻറ്റ് ടേംസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. അപ്പോൾ ഞാൻ ഇത് ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് എടുക്കണം, പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഗൂഗിളിൽ പോയിട്ട് എ പി, ജി പി ആൻഡ് എച്ച് പി MCQ ക്വസ്റ്റ്യൻസ് ഫോർ PG എൻട്രൻസ് എക്സാം എന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓപ്ഷൻസ് വരും. ടെക്സ്റ്റ് ബുക്ക് ആ ആപ്പിൻ്റെ ഓപ്ഷൻസ് വരും. ഇതിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ സീക്വൻസ് ആൻഡ് സീരീസ് ഉണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്ക് ഞാൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആൻസേഴ്സും കൊടുക്കും. 4 ഓപ്ഷൻസ് ഉണ്ട്, അതിലുള്ള ആൻസർ മാത്രം കൊടുക്കും, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസറും കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ഇത് എ പിയിൽ മൊത്തം 20 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എ പിയിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് ആൻസറും അവർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആൻസർ വേണമെങ്കിൽ സ്ക്രോൾ ഡൗൺ ചെയ്താൽ മതി, അവിടെ താഴെ ഡീറ്റെയിൽഡ് ആൻസറും ഉണ്ട്. അപ്പോൾ ഈ സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാം. ആൻഡ് പറ്റുവാണെങ്കിൽ ബാലൻസ് മാത്സ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യാം. താങ്ക്